കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മളൊരു കുഞ്ഞു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു കോട്ട് ബേസ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് കൊടുത്ത് നന്നായിട്ട് ഉണക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പിസ്താഷെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു വലിയ ബോട്ടിലാട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബിഗിനേഴ്സിനും കുട്ടീസിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പിസ്താഷെല്ലൊന്ന് കളർ ചെയ്തെടുക്കണം. ആദ്യം തന്നെ കളറ് നമുക്കിഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം. ഞാനിവിടെ യെല്ലോ, ഗ്രീൻ ലീഫിനായിട്ട് ഗ്രീൻ കൊടുക്കാം. പിന്നെ പിങ്ക്, റെഡ്, ബ്ലൂ, ഓറഞ്ച് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കൊടുത്ത് കുറച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ യെല്ലോ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 6 ഇതൾ വരുന്ന രീതിയിൽ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് ഗ്രീൻ കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം ഒട്ടിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണിന് പകരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫെവിക്കോള് പറ്റുമോ എന്ന്. ഫെവിക്കോള് ഞാനിതുവരെ ഫെവിക്കോളിൽ ചെയ്തിട്ടില്ല. ഫെവിക്കോളിൽ കുറച്ച് എനിക്കൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരിക്കണം, അത് ഉണങ്ങുന്നവരെ. അതപ്പോൾ കുറച്ച് സമയം വേണം ഫെവിക്കോളിന്. അപ്പോൾ ഫെവി ബോണ്ടും ഗ്ലൂ ഗണ്ണും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറേ സമയം പോകും. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 6 ഇതൾ വരുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഫ്ലവേഴ്സ്. എന്നിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചു. ഇനി എന്നിട്ട് നമുക്ക് ഇതിനൊരു സ്റ്റെമ്മ് കൊടുക്കുക. അത് നമ്മൾ സാധാരണ നമ്മുടെ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റെമ്മ് കൊടുക്കുന്നത്. സ്റ്റെമ്മ് വെറുതെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് സൈഡിൽ ഒരു ലീഫ് നമ്മൾ പിസ്താഷെല്ലിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഒരു സൈഡിൽ ലീഫ് ഞാൻ വരച്ചും കൊടുക്കുന്നുണ്ട്. ചെറിയ ലീഫായിട്ട് വരച്ചും കൊടുക്കാം. ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ചുമ്മാ ബ്രഷ് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചാൽ മതി. അപ്പോൾ കുഞ്ഞ് ലീഫ് കിട്ടും. അപ്പോൾ ഒരു കുഞ്ഞ് ലീഫും ഒരു വലിയ ലീഫ് എന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ പിസ്താഷെല്ലിൽ ഒട്ടിച്ചതിന് ശേഷം വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് ഓരോ കളേഴ്സിലായിട്ട്. ഒരേ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഒഴിഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ, അതായത് ഫ്ലവേഴ്സ് ഇല്ലാത്ത ഭാഗങ്ങൾ, അവിടെ നിറയെ നമുക്ക് ഇതുപോലത്തെ 1 സൈഡ് സ്റ്റിക്കിംഗ് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്ന ഒരു നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ കളേഴ്സ് എല്ലാ കളേഴ്സും ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ചെറിയ ഒരെണ്ണത്തിന് 10 രൂപയേ ഉള്ളൂ. 20-25 രൂപ വരും വലിയൊരു ഷീറ്റിന്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം മുകളിൽ ഞാനിവിടെ ബർലാപ്പ് ഷീറ്റ്, അതായത് ജൂട്ട് ത്രെഡോ ബർലാപ്പ് ഷീറ്റോ അതുപോലെ റിബണോ അല്ലെങ്കിൽ വൂളൻ ത്രെഡോ ഏത് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കുഞ്ഞു മുത്ത്, അതായത് വൈറ്റ് പേള് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്, കുറച്ചും കൂടെ ഭംഗി വരാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ കണ്ടില്ലേ ഭംഗി വന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്ത് ആ ബർലാപ്പ് ഷീറ്റ് ഒട്ടിച്ച ഭാഗത്ത് ഒരു റിബൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഭംഗി കൂടാൻ വേണ്ടി റിബൺ വേണമെന്ന് തോന്നി. അപ്പോൾ അതും ഒട്ടിച്ചു കൊടുത്തു. നമ്മളത് ഗ്രീൻ കളറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അതിൽ ഓൾ നമുക്ക് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.